ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് CM കിഡ്സ് എക്സാം എഴുതുന്ന എല്ലാ കുട്ടികളും കേരളവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. ഒന്നാമത്തെ ചോദ്യം, നമ്പർ 1. കേരളം ഇന്ത്യയുടെ ഏത് തീരദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? കേരളം ഇന്ത്യയുടെ ഏത് തീരദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി, പടിഞ്ഞാറൻ തീരദേശം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ആൻസർ ഓപ്ഷൻ സി, പെരിയാർ. കേരളത്തിൻ്റെ വടക്കൻ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമേത്? കേരളത്തിൻ്റെ വടക്കൻ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമേത്? ആൻസർ ഓപ്ഷൻ എ, കർണാടക. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല ഏത്? കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ സി, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ എ, KR ഗൗരിയമ്മ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കടൽ തീരമുള്ള ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കടൽ തീരമുള്ള ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ബി, കണ്ണൂർ. കേരളത്തിലെ ആദ്യത്തെ IT പാർക്ക് ഏത്? കേരളത്തിലെ ആദ്യത്തെ IT പാർക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ടെക്നോ പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ സിനിമയായ വിഗതകുമാരൻ സംവിധാനം ചെയ്തതാര്? കേരളത്തിലെ ആദ്യത്തെ സിനിമയായ വിഗതകുമാരൻ സംവിധാനം ചെയ്തതാര്? ആൻസർ ഓപ്ഷൻ എ, JC ഡാനിയേൽ. കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആര്? കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ സി, EMS നമ്പൂതിരിപ്പാട്. കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി, എറണാകുളം. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള സർവകലാശാല ഏത്? കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള സർവകലാശാല ഏത്? ആൻസർ ഓപ്ഷൻ എ, കേരള സർവകലാശാല. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്ര? കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ ബി, 140. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനമേത്? കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനമേത്? ആൻസർ ഓപ്ഷൻ സി, ഇരവികുളം. ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെ? ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെ? ആൻസർ ഓപ്ഷൻ സി, കോഴിക്കോട്. കേരള ലളിതകലാ അക്കാദമി എവിടെയാണ്? കേരള ലളിതകലാ അക്കാദമി എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ, തൃശൂർ. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ബി രാമകൃഷ്ണ റാവു. കേരളത്തിലെ ഗവർണറായ ആദ്യ മലയാളി ആര്? കേരളത്തിലെ ഗവർണറായ ആദ്യ മലയാളി ആര്? ആൻസർ ഓപ്ഷൻ ബി, വി വിശ്വനാഥൻ. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി ആര്? സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി ആര്? ആൻസർ ഓപ്ഷൻ ഡി, പി ഗോവിന്ദമേനോൻ. കേരളത്തിൽ റെയിൽവേ പാതയില്ലാത്ത ജില്ലകൾ. കേരളത്തിൽ റെയിൽവേ പാതയില്ലാത്ത ജില്ലകൾ. ആൻസർ ഓപ്ഷൻ ഡി, ഇടുക്കി, വയനാട്. കേരളത്തിലെ ആദ്യ വിമാനത്താവളം. കേരളത്തിലെ ആദ്യ വിമാനത്താവളം. ആൻസർ ഓപ്ഷൻ സി, തിരുവനന്തപുരം. കേരളത്തിൽ ചന്ദനമരങ്ങൾ കൂട്ടമായി കാണപ്പെടുന്ന ഒരേയൊരു സ്ഥലമായ മറയൂർ ഏത് ജില്ലയിലാണ്? കേരളത്തിൽ ചന്ദനമരങ്ങൾ കൂട്ടമായി കാണപ്പെടുന്ന ഒരേയൊരു സ്ഥലമായ മറയൂർ ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ എ, ഇടുക്കി. പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെട്ടിരുന്ന നദി ഏത്? പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെട്ടിരുന്ന നദി ഏത്? ആൻസർ ഓപ്ഷൻ ബി, ഭാരതപ്പുഴ.
നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി മലപ്പുറം. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രമായ തെന്മല കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രമായ തെന്മല കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ എ കൊല്ലം. കേരളത്തിൻ്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലമേത്? കേരളത്തിൻ്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലമേത്? ആൻസർ ഓപ്ഷൻ ബി ലക്കിടി. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പുന്നമടക്കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കൊല്ലം. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആതിരപ്പള്ളി. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത്? കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത്? ആൻസർ ഓപ്ഷൻ ഡി പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ എ മലപ്പുറം. കേരളത്തിൽ ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ബി വയനാട്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം? കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി നെയ്യാർ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആറളം. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി പി എൻ പണിക്കർ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു: ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വ്യക്തിയാര്? ആൻസർ ജി ശങ്കരക്കുറുപ്പ് എന്നാണ്. ആദ്യം ആൻസർ കമൻറ്റ് ചെയ്തത് രഘുറാം, ഇഷ എന്നീ കുട്ടികളാണ്. കമൻറ്റ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. നമ്മുടെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ്: കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.